ഹലോ ഫ്രണ്ട്സ്, മാർ മച്ചാൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ എമ്പുരാൻ്റെ ട്രെയിലർ ഇറങ്ങിയിരിക്കുന്നു. എല്ലാവരും കണ്ടു കാണും. അപ്പം നമുക്ക് 2 ദിവസത്തേക്ക് മുമ്പ് തൊട്ടേ ഭയങ്കര ഒരു ഇതാണ്. നമുക്ക് ഈ ഒരു ട്രെയിലറിൽ വില്ലനെ കാണാം. നമുക്ക് ആ ഒരു ഡ്രാഗൻ്റെ ചിഹ്നമുള്ള ആരാകും എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മൾ ഈ ട്രെയിലറിന് കാത്തിരിക്കുമായിരുന്നു. മെയിനായിട്ട് നമ്മൾ കാത്തിരുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ വില്ലൻ ആരായിരിക്കും എന്നുള്ളതിനാണ് നമ്മൾ കാത്തിരുന്നത്. എന്നാൽ ഇന്നലെ വന്ന ട്രെയിലറിൽ നമ്മുടെ ആ പോസ്റ്ററിൽ ഇറങ്ങിയ പക്ഷേ മാത്രമേ ഉള്ളൂ. അവരെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ട്രെയിലർ ആയിരുന്നു ഇന്നലെ ഇറങ്ങിയത്. എന്നാൽ സ്പെഷ്യൽ ഒരു ക്യാരക്ടറായിട്ട് ആരും ഇന്നലത്തെ ട്രെയിലറിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. എന്നാൽ തിരിഞ്ഞ് നിന്ന് ബാക്കിൽ ഒരു ഡ്രാഗൻ്റെ ചിഹ്നമുള്ള ഒരാളെ കണ്ടു. പക്ഷേ ആളുടെ ഫേസ് ഒന്നും നമ്മൾ റിവീൽ ചെയ്തിട്ടില്ലായിരുന്നു ട്രെയിലറിൽ. എന്നാൽ ഒരുപക്ഷെ അതൊരു ടെയിലൻ്റ് ആകാം. അതായത് L3 ഒരു ടെയിലൻ്റ് ക്യാരക്ടർ വല്ലതും ആയിരിക്കാം. ഡ്രാഗൺ സിമ്പിളുള്ള ആ ഒരു മനുഷ്യൻ. എന്തായാലും നമുക്കത് കാത്തിരുന്ന സിനിമയിലേ കാണാൻ പറ്റത്തുള്ളൂ. എന്നാലും ഞാൻ ഇന്ന് വന്നിരിക്കുന്ന ഒരു കാര്യം സംസാരിക്കുന്നത്, അതായത് ഈ ട്രെയിലറും ഈ ടീസറും കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ വന്നത്. അത് ചിലപ്പോൾ നിങ്ങൾക്കും തോന്നിയേക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ ടീസറും ട്രെയിലറും കണ്ടപ്പോൾ L2 എമ്പുരാനിൽ ടൊവിനോ ഒരു നെഗറ്റീവ് ഷെയ്ഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറിലോട്ട് മാറാൻ ഒരു 95% ചാൻസ് ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം നമുക്ക് ടീസർ കാണുമ്പോൾ അറിയാം, ആ ഒരു PK രാംദാസിൻ്റെ ഒരു പ്രതിമ ആ ഒരു മൊത്തം കാഷ്ടം കൊണ്ടൊക്കെ ഒരുമാതിരി അതൊരു നശിച്ച് കിടക്കുന്ന ഒരു രീതിയാണ്. പിന്നെ അത് താഴെ വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ട്രെയിലറിലുമൊക്കെ. അതുപോലെ നമ്മൾ ഇതിനകത്ത് വരുമ്പോഴും ടൊവിനോ തിരിഞ്ഞു നിന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി നമ്മളറിയാത്തൊരു ചരിത്രമല്ല, നമ്മളറിയാത്തൊരു കഥയുണ്ട് എന്ന് പറയുമ്പോഴൊക്കെ പുള്ളിക്കൊരു നെഗറ്റീവ് ഷെയ്ഡാണ്. അതായത് ഇത്രയും ബഹുമാനമുള്ള പുള്ളിയുടെ ചേട്ടനാണ് ആ ഒരു ക്യാരക്ടർ. അപ്പം ആ ഒരു ബഹുമാനമോ അല്ലെങ്കിൽ പുള്ളിയെ ഇത് ജയിപ്പിച്ചതിന് ലാലേട്ടനും ഒരു പങ്കുണ്ട്. ആ സിനിമയിൽ ലൂസിഫറിന് സ്റ്റീഫനും ഒരു പങ്കുണ്ട്. എന്നാൽ ഇതെല്ലാം മറന്നുകൊണ്ടാണ് നമ്മുടെ ടൊവിനോ ചെയ്യുന്ന ക്യാരക്ടർ ഈ ഒരു സംസാരം സംസാരിച്ചത്. അപ്പോൾ ആ സംസാരത്തിൽ ഒരു എവിടെയൊക്കെ ഒരു നെഗറ്റീവുള്ള ഒരു വൈബ് തോന്നി നമുക്ക്. എനിക്ക് തോന്നി. നിങ്ങൾക്ക് തോന്നിയല്ലോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ടീസറിൽ ആ ഒരു സെക്ഷൻ, അതായത് നമ്മുടെ ഇപ്പോഴത്തെ ആ ഭരണം, അതായത് IUFൻ്റെ ഇപ്പോഴത്തെ ഭരണം ഒട്ടും ശരിയല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ടീസറിൽ കണ്ടത്. അതിൻ്റെ ഒരു ബാക്കി തുടർച്ചയാണ് ട്രെയിലറിലും കണ്ടത്. വേറെ കുറേ പാർട്ടികൾ ഒക്കെ ആഡായിട്ടുണ്ട്. അതായത് വേറെ ഒരു പാർട്ടിയുടെ കൊടിയും പുറകിൽ IUFൻ്റെ കൊടിയൊക്കെ വയ്ക്കുന്ന ഒരു സീൻസ് ഉണ്ട്. പിന്നെ IUFൻ്റെ ആൾക്കാരും കൊടിയൊക്കെ നിൽക്കുമ്പോൾ അതിൻ്റെ മണ്ടയ്ക്കൂടെ 2 പുതിയ പാർട്ടിയുടെ 2 കൊടികളൊക്കെ വരുന്നതായിട്ടും ഉണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇത് രണ്ടും ജോയിൻ ചെയ്യുന്നു അല്ലെങ്കിൽ ടൊവിനോ, അതൊക്കെ വെച്ചാണ് ഞാൻ പറയുന്നത് ടൊവിനോയെ ഒരു നെഗറ്റീവ് ക്യാരക്ടറാകാൻ ഒരു 95% ചാൻസ് ഉള്ളതായിട്ടാണ് ഈ ട്രെയിലറൂടെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. എന്തായാലും നമുക്ക് ഡീറ്റെയിൽ വീഡിയോ, അതായത് ട്രെയിലർ ഡീകോഡിങ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചെയ്യാം. കഴിഞ്ഞ് നമ്മൾ ടീസർ ഡീകോഡിങ് ചെയ്തായിരുന്നു, അതുപോലെ ട്രെയിലറും നമുക്ക് ഡീകോഡിങ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സംശയം ഉണ്ടായോ ഇല്ലയോ എന്ന് നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. എമ്പുരാൻ മാർച്ച് 27 തന്നെ തിയേറ്ററിൽ കാണാം. അപ്പോൾ ആ വില്ലൻ ആരായിരിക്കും, അതുപോലെ ടൊവിനോ വില്ലൻ തന്നെയാണോ അല്ലെങ്കിൽ നെഗറ്റീവ് ക്യാരക്ടറാണോ എന്ന് നമുക്കറിയാം. അപ്പം എന്തായാലും നമുക്ക് മാർച്ച് 27 എമ്പുരാൻ തിയേറ്ററിൽ കാണാം. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റ്സ്, റിവ്യൂസ്, റിയാക്ഷൻസ്, ഇങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് വേണ്ടത്. ഞങ്ങൾ സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എമ്പുരാന് വേണ്ടി നമുക്ക് മാർച്ച് 27 വെയിറ്റ് ചെയ്യാം.